ഭക്തി വളരണമെങ്കിൽ തത്വകഥനം ശ്രവിച്ചേ തീരൂ. തത്വകഥനം ശ്രവിക്കുന്നത് വരെ ഭക്തി വളരില്ല, അത് കൂമ്പടഞ്ഞ് കിടക്കേ ഉള്ളൂ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹി സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീകൃഷ്ണൻ ഒന്നും ഇട്ട് ഇവിടെ പോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ 2 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. എന്താണത്? പടക്കളത്തിൽ പെട്ടെന്ന് 2.5 മണിക്കൂറോളം അർജുനനോട് സംസാരിച്ചത്. എല്ലാ കൃത്യങ്ങളും അവസാനിപ്പിച്ച് ദ്വാരകയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉദ്ധവൻ ആവലാതിയുമായി അടുത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ക്ഷമയോടുകൂടി സംസാരിച്ചു. അർജുനനോട് സംസാരിച്ചത് 700 ശ്ലോകങ്ങളാണെങ്കിൽ ഉദ്ധവനോട് സംസാരിച്ചത് 1000 ശ്ലോകങ്ങളാണ്. ഇത് 2 മാത്രമേ കൃഷ്ണന്റെ അവശിഷ്ടമായിട്ട് ഇവിടെയുള്ളൂ. ദ്വാരക പോയി, അദ്ദേഹവും പോയി, ഒക്കെ പോയി. കൽപ്പിച്ചുകൂട്ടി കൃഷ്ണൻ അങ്ങനെ ചെയ്തതാ. തപ്പി നോക്കിയാലും ഇവർക്ക് എൻ്റെ ശരീരം കാണരുത്. എൻ്റെ ശരീരം കണ്ടിട്ടാണ് സർവത്ര അബദ്ധം ഉണ്ടായത് ഗോപികൾക്ക്. അപ്പം എൻ്റെ ശരീരമില്ലാതെ അവരെന്നെ സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അതാണ് ആ കൃഷ്ണനാണ് പ്രത്യക്ഷ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം ഭക്തി വളരണമെങ്കിൽ നിങ്ങൾ എന്തു വേണം? ചോദ്യവും ഉത്തരവും അന്വേഷണവും പരിശോധനയും വിലയിരുത്തലും 1, 2, 3, 3, 2, 5, 5 5 കിഴിച്ചാൽ 0 ഇങ്ങനെയുള്ളത് കണ്ടുപിടിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം. സർവ്വതും കിടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ബുദ്ധിയിലാണ്. മനസ്സിനെ സ്വാധീനിക്കാൻ ബുദ്ധിക്ക് മാത്രമേ പറ്റൂ, വേറെ ഒന്നിനും പറ്റില്ല. നിങ്ങൾ എന്ത് തന്നെ കീഴ്താളം മറിഞ്ഞോളൂ, മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റില്ല. കരഞ്ഞുരുണ്ടു അർജുനൻ, അമ്പും വില്ലും താഴത്ത് വെച്ചു. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവ. യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇരിപ്പായി. ആ ഇരിപ്പിൽ കൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊണ്ട് കൊക്കക്കോലയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ മുതൂത്ത് തട്ടിയിട്ടാണോ അർജുനനെ നേരെയാക്കിയത്? അല്ല, നിന്റെ ഇരിപ്പ് ശരിയല്ല എന്ന് പറഞ്ഞ് യുക്തിസഹമായി തുടങ്ങി. അശോച്യാൻ അന്വശോചസ്ത്വം. ആരെക്കുറിച്ചായി ദുഃഖിക്കുന്നത്? ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ചാണ് ദുഃഖിക്കണത് എന്ന് പറഞ്ഞ് ഒരാരോപണം, വലിയ ഒരു എക്സോർട്ടേഷനോട് കൂടിയിട്ടാണ് പുറപ്പെട്ടത്. അപ്പം ചെവി കൂർപ്പിച്ച് കേട്ടു തുടങ്ങി. ദുഃഖം പോയി, ബുദ്ധി ഉണർന്നു, ആലോചന ആരംഭിച്ചു. കൃഷ്ണൻ പറയണത് കേൾക്കണം എന്ന് തോന്നി. അടുത്തതെന്താ എന്നുള്ള വിചാരമായി. ഇതാണ് നമുക്ക് ആവശ്യം.